Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംബർല സ്കേർട്ട്, അതായത് ഹാഫ് സർക്കിൾ സ്കേർട്ടും ഫുൾ സർക്കിൾ സ്കേർട്ടും നമുക്ക് എങ്ങനെ മെഷർമെൻറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ നമ്മൾ കട്ടിങ്ങും കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മെഷർമെൻറ്റ്സും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മെഷർമെൻറ്റ്സ് കണ്ടിട്ട് പിന്നെ കട്ടിങ്ങിലേക്ക് പോകാം. കുറച്ച് ഇക്വേഷൻസ് ഇട്ടിട്ട് നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ച്, അതായത് അരവണ്ണത്തിൻ്റെ പോർഷൻ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഈ മെഷർമെൻറ്റ്സും കൂടെ ഒന്ന് നോക്കിയേക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഏജ്, ടോപ്പിൻ്റെ ലെങ്ത്, സ്കേർട്ടിൻ്റെ ലെങ്ത്, ഹിപ്പ് റൗണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂ തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് സ്റ്റാൻഡേർഡ് പോലെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അംബർല സ്കേർട്ടാണ് കേട്ടോ. അംബർല സ്കേർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് സർക്കിൾ ആയിരിക്കും. ഒരു ഫുൾ സർക്കിൾ നമുക്ക് അതിൽ കിട്ടില്ല, ഹാഫ് സർക്കിൾ ആയിരിക്കും. അപ്പോൾ അതിന് ഹാഫായിട്ട് അത്രയും വിരിവായിരിക്കും ഉണ്ടാവുക. ഫുൾ സർക്കിൾ സ്കേർട്ടിനെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ നേരിയ പകുതി വിരിവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഹാഫ് സർക്കിൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് അതിൻ്റെ അരവണ്ണം എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഒരു എമൗണ്ട് വേണമല്ലോ നമുക്കവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വാല്യൂവിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് വേസ്റ്റ് റൗണ്ട് പ്ലസ് ഈസ്, അതായത് നമുക്ക് എത്ര ലൂസ് വേണം എന്നുള്ളത് ആഡ് ചെയ്യുക. അതിനെ നമുക്ക് കൂട്ടിയിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ക്വാളിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ക്വാളിറ്റി കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് കമൻറ്റ് വരാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് ക്വാളിറ്റി കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ വേസ്റ്റ് 34 എടുത്തു, ലൂസ് ഒരു 5 ഇഞ്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ 9.75 ആണ് നമുക്ക് റേഡിയസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വാല്യൂ ആണ് നമ്മൾ അരവണ്ണത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അത് എങ്ങനെ മാർക്ക് ചെയ്തിട്ട് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ചെറിയ റെസ്റ്റ് പറഞ്ഞേക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 3 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ലെങ്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണം എന്ന് നോക്കിയിട്ട് നമുക്ക് മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യാം. മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡ്രസ്സിൻ്റെ കേട്ടോ, കണ്ടു നോക്ക്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെറ്റീരിയൽ എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തുണി എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഇട്ടിട്ട് അതിനെ നമ്മൾ നേരെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഇറക്കം കിട്ടുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ അതിനെ 2ആയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഫോൾഡ് ചെയ്ത പോർഷനിൽ നിന്ന് ഇതേപോലെ ഒരു കോൺ പോലെ നിങ്ങളിങ്ങനെ ഒന്ന് മടക്കിയിടുകയാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. ഇനി ഈ മറിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് ഇറക്കം കിട്ടണം കേട്ടോ. അങ്ങനെ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇടാനായിട്ട്. ഇനി ചിലപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് മെറ്റീരിയൽ എടുത്ത് അവിടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ പിന്നീട് ഇനി അപ്ലോഡ് ചെയ്തേക്കാം, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളിനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് വേസ്റ്റിൻ്റെ പോർഷനാണ്. വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു 9.75 എന്നല്ലേ. അപ്പോൾ ആ വാല്യൂ ആണ് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ഇനി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഈ ഒരു കോർണറിൽ നിന്നും നമ്മൾ 9.75 ടേപ്പിലെടുത്തിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് അതൊരു കർവ് പോലെ വരച്ചു കൊടുക്കാം. ഇങ്ങനൊരു, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനൊരു കർവ് പോലെ നമ്മൾ ആ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക, പിന്നെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക, ഇങ്ങനെ മാർക്ക് ചെയ്യുക. അത് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കർവ് പോലെ നമുക്ക് കിട്ടും. മനസ്സിലായോ? ആ കർവ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കർവ് വരച്ച പോർഷനിൽ നിന്നും നേരെ താഴത്തേക്ക് നിങ്ങൾക്ക് എത്ര ഇറക്കം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇറക്കം നമുക്ക് കറക്റ്റ് ഈ ഒരു പോർഷനിൽ കിട്ടണം, എന്നാലേ നമുക്കത് ഫുൾ അവിടെ നിന്ന് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അഡീഷണൽ തുണി ആഡ് ചെയ്തേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു സ്റ്റിച്ചും കൂടെ വരുവേ. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യരുത്. അപ്പോൾ അവിടെ ഇറക്കം മിസ്സായി പോകും, കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയും. ആ കർവിൽ നിന്ന് വേണം കറക്റ്റ് നിങ്ങളുടെ എത്ര ഇറക്കം വേണമെന്നുള്ളത് സീമും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതേപോലെയാണ് കിട്ടുന്നത്. ഇത്രയും നമ്മൾ ചെയ്തപ്പോഴേക്കും നമ്മൾ സ്കേർട്ട് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അറിയണ്ടേ? അതിന് മുന്നേ ഞാൻ ഇവിടെ ഇത് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്താണ് കേട്ടോ, അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിൻ്റെ പുറമേ കൂടെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് വേസ്റ്റിൻ്റെ പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട്
നമ്മൾ വരച്ച ഷേപ്പിൽ തന്നെ ലെങ്തും കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കേർട്ട് താഴത്തെ പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി മേളിൽ ബെൽറ്റും കൂടെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ സ്കേർട്ട് കട്ട് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഹാഫ് സർക്കിളേ നമുക്കതിൽ നിന്ന് കിട്ടുള്ളൂ. അതാണ് അംബ്രല്ല സ്കേർട്ട് കേട്ടോ. ഹാഫ് സർക്കിളായിരിക്കും അത്, ഇത്രയും നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ 2 എൻഡും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ദാ ഇങ്ങനെയാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഷേപ്പ് വരുന്നത്. ദാ ഇങ്ങനെ ഒരു 3D പോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ഇങ്ങനെ ഇരിക്കും. മേലിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല വിരിവിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് സർക്കിൾ സ്കേർട്ട് എന്ന് പറയാം. പകുതി ഉള്ളത് കൊണ്ടിട്ട് ഹാഫ് സർക്കിൾ സ്കേർട്ട്. ഇതിന് ഇങ്ങനെയാണ് വിരിവ് വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് അരഭാഗത്ത് അതിൻ്റെ ബെൽറ്റും അറ്റാച്ച് ചെയ്ത് താഴത്തെ പോർഷൻ ഒന്ന് മടക്കിയും കൂടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അംബ്രല്ല സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കട്ടിങ്. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫുൾ സർക്കിൾ സ്കേർട്ടാണ്. അപ്പോൾ നമ്മൾ അംബ്രല്ല സ്കേർട്ട് ഫുള്ള് നമ്മൾ ചെയ്തു. ഇനി അടുത്തത് ഫുൾ സർക്കിൾ സ്കേർട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ ഒരു പകുതി സർക്കിൾ വന്നു. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നതല്ല, അത് ഫുള്ളായിട്ടൊരു സർക്കിൾ നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ വിരിവും കൂടും. അപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. കുറച്ചും കൂടെ വലിപ്പത്തിൽ കുറച്ചും കൂടെ പൊങ്ങിയിട്ട് അത് നിൽക്കും. അപ്പോൾ താഴെ കൺകണ്ണൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ല ബൾക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കേർട്ടാണ് അടുത്തത്. അപ്പോൾ നമ്മളിനി റേഡിയസ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ചതിനേക്കാളും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മളിതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുന്നത് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 2π എന്നുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. അതായത് സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു 2πr അല്ലേ സർക്കിളിൻ്റെ. ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2πനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, വേണ്ടവർ കണ്ടു നോക്കുക കേട്ടോ. ഇതെങ്ങനെയാണ് ഇക്വേഷൻ വന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ പോർഷനാണ്. വേസ്റ്റ് പ്ലസ് ലൂസാണ് നമുക്ക് വരുന്നത്. നമ്മൾ എത്ര ലൂസ്, കുറച്ച് ലൂസ് കൊടുക്കണ്ടേ, കറക്റ്റ് അളവ് കൊടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ലൂസ്, പിന്നെ അതിൽ 2π വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. വേസ്റ്റ് ഒരു 34, ഈസ് ഒരു 4 കൊടുത്തു. 2π എന്ന് പറയുമ്പോൾ 2 × 3.14 ആണ് പൈയുടെ വാല്യൂ. അപ്പോൾ അതാണ് 6.28 നമുക്ക് കിട്ടുന്നത്. ഈ ശ്രദ്ധിച്ചോളൂ, 6.28 എല്ലാവർക്കും കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. വേസ്റ്റ് പ്ലസ് ലൂസ് ഡിവൈഡഡ് ബൈ 6.28 ആണ് കേട്ടോ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തൊട്ട് ചെയ്തത്. അല്ലെങ്കിൽ 6.28 എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു ഡൗട്ട് വരും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 6 ആണ് കിട്ടുന്നത്. ഇനി ഈ 6 ആണ് നമ്മൾ നേരത്തെ ആ റേഡിയസിൻ്റെ അവിടെ 9.75 വെച്ച് ചെയ്തില്ലായിരുന്നോ, മാർക്ക് ചെയ്തില്ലായിരുന്നോ, അതേപോലെ നമ്മളിവിടെ 6 ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് അതാണ് വാല്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെറ്റീരിയൽ എന്ന് വിചാരിക്കുക. നമ്മളിതിനെ നേരെ 4 ആയിട്ട് ഫോൾഡ് ചെയ്യാനാണ് പോകുന്നത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോയും സ്റ്റിച്ചിങ് വീഡിയോയും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഫ്രോക്കിന് താഴെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സർക്കുലർ സ്കേർട്ടിന് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു 1 ഇയർ എന്തോ ആയിട്ടുണ്ടാവും ഞാനത് അപ്ലോഡ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാം, ഫുള്ളായിട്ട് തന്നെ സ്കേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ആ മെഷീൻ ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, വേസ്റ്റ് മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ മെറ്റീരിയലിൽ വേസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോർണറിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് എത്രയായിരുന്നു ആൻസർ ഇപ്പോൾ കിട്ടിയത്, 6 ഇഞ്ച് അല്ലായിരുന്നോ. നമുക്ക് നോക്കാവേ, കണ്ടോ 6 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 6 ഇഞ്ചാണ് നമ്മൾ ഇതിലിനി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ടേപ്പിൽ 6 ഇഞ്ച് ഇങ്ങനെ എടുത്തിട്ട് അവിടെ ഒരു കർവ് വരയ്ക്കാം. മനസ്സിലായോ? ആ കറക്റ്റ് കർവ് വരയ്ക്കണം. അതായത് 6 തന്നെ എല്ലായിടത്തെടുത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു സർക്കിൾ കിട്ടും കേട്ടോ. നല്ല ഭംഗിയിൽ നല്ല ഫിനിഷിങ്ങിൽ ഒരു സർക്കിൾ കിട്ടും. നമ്മൾ പേപ്പറിൽ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട്, ഇപ്പോൾ ഞാൻ കൈവച്ച് റഫായിട്ട് വരച്ചു കൊടുക്കുകയല്ലേ, അത് കറക്റ്റ് സർക്കിൾ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ഞാനിപ്പോൾ റഫായിട്ടല്ലേ വരച്ചു കൊടുക്കുക. നമ്മൾ തുണിയിൽ ചെയ്യുമ്പോൾ അത് കറക്റ്റ് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ആ സർക്കിൾ കിട്ടുമേ. ഓക്കെ, അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ കർവിൽ നിന്നും നേരെ താഴത്തേക്ക് ഇറക്കം മാർക്ക് ചെയ്യണം. അപ്പോൾ അതാ ഇതേപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്യുക അല്ലേ. ഇതേപോലെ ആ ഒരു കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ കർവ് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ചെറിയ ചെറിയ ഡോട്ട് ഇട്ടല്ലേ വരച്ചത്. മെറ്റീരിയൽ വരയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ വരയ്ക്കണം കേട്ടോ. ഡോട്ട് ഇട്ടിട്ട് പിന്നെ അത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതാ ഇതേപോലെ കിട്ടുവേ, കണ്ടോ. ഇനി നമുക്കിത് പഴയതുപോലെ വെട്ടിയെടുക്കാം. ഓക്കെ,
ബിഗിനേഴ്സൊക്കെ വെട്ടുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിച്ച് തന്നെ വെട്ടണം കേട്ടോ. ഫോൾഡ് ചെയ്യുന്നതും നിങ്ങൾ എടുത്തിരിക്കുന്ന അളവുകളും ഇറക്കവും എല്ലാം ശരിയാണോ എന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നവരാകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. തുടക്കക്കാരോടാണ് ഞാൻ പറയുന്നത്. വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്നാണ് ആ വേസ്റ്റിൻ്റെ പോർഷനൊക്കെ പോവുക. അപ്പോൾ ആ മെറ്റീരിയൽ വെറുതെ മോശമായി പോകും. അപ്പോൾ നിങ്ങൾ ഫോൾഡൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക കേട്ടോ. കറക്റ്റ് ആണെങ്കിൽ മാത്രം വെട്ടുക. ഒരു 1, 2, 3 തവണയെങ്കിലും നിങ്ങളെല്ലാം ശരിയായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടേ വെട്ടാവുള്ളൂ. വരയ്ക്കുന്നത് പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമുക്കത് തൂത്ത് കളയാം. പക്ഷേ വെട്ടുന്നത് അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സെൻറ്ററിൽ ഒരു സർക്കിൾ വേസ്റ്റിൻ്റെ അവിടെ വരും. ഫുൾ സർക്കിളായിട്ടുള്ള ഒരു സ്കേർട്ടാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് തുണിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ തുണിയിൽ ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാൻ വീട്ടിലായതുകൊണ്ടാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല വിരിവിൽ കിട്ടും. കാരണം നമ്മൾ നേരത്തെ ചെയ്തത് ഇതിൻ്റെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ നേരെ ഇരട്ടിയായിട്ട് നമുക്ക് നല്ല വിരിവിൽ കിട്ടും. ഓക്കെ, കണ്ട, ഇതായിരുന്നു നമ്മൾ ആദ്യം ചെയ്തതല്ലേ. ഇപ്പോൾ ചെയ്തത് അതിന് നേരെ ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഹാഫ് സർക്കിൾ സ്കേർട്ട്, അതായത് അംബർല സ്കേർട്ടും ഫുൾ സർക്കിൾ സ്കേർട്ടും കട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെയൊക്കെ ഫാബ്രിക് കാൽക്കുലേഷൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.